ശ്രീ ജോസഫ് ആൻ്റണി, താങ്കളെ സംബന്ധിച്ചും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കേട്ട നേരിട്ട് അവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നതും അതിനെ അവരതിജീവിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളുമൊക്കെ താങ്കളെ സംബന്ധിച്ചും ആശ്വാസം പകരുന്നത് തന്നെയാണോ? ഇപ്പോൾ ഇവർ പറഞ്ഞത് വെച്ചാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഈ അവസ്ഥ ഒരർത്ഥത്തിൽ ആശങ്കയാണ്. എന്നാൽ കൂടുതൽ ആശങ്കപ്പെടുത്തും വിധത്തിലേക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുക എന്നുള്ളത് മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ശരിയായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് വളരെ സന്തോഷകരമായ ഒരു കാര്യം, ഇത്തരം സഖാവ് പിണറായി വിജയനെ പോലെയുള്ളൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടത് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുന്നു. എന്തുകൊണ്ട് മാറുന്നു? അതായത് വളരെ സൂക്ഷ്മമായി കേരള മനസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്നും അത്തരമൊരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെന്നും ഈ ഒറ്റ സംഭവം തെളിയിക്കുന്നു. കാരണം എന്താണ്? അതായത് ഈ വിഷയം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുക്കെ ആശങ്ക ഉണ്ടാക്കുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ 30 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആശ്രിതരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ഇത്തരം വാർത്തകൾ പോലും അവർക്ക് ആശങ്കകൾ സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ഫലപ്രദമായി, അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകളെ, അത് നമ്മുടെ ലോക കേരള സഭയുടെ ഒരു ഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അവരിൽ നിന്ന് എന്താണോ കേട്ടത് അത് കേട്ടതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളോട് ഇത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നുണ്ട്. അത്തരം റിപ്പോർട്ടിങ്ങിലേക്ക് പോകരുത് എന്ന കൃത്യമായ വളരെ പക്വതയോടുകൂടിയിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുകയും അത് മാധ്യമങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുകയും എന്ന് ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. കാരണം ഗൾഫിലുള്ള ആളുകളും ഇവിടെയുള്ള ആളുകളും ഇത്തരം കാര്യങ്ങളെ എത്രത്തോളം ആശ്വാസത്തോടെ കൈക്കൊള്ളുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം അതിൻ്റെ രാഷ്ട്രീയം, അതായത് ഇതിൻ്റെ സാമ്രാജ്യത്തെ രാഷ്ട്രീയത്തെ ഊന്നി പറയുമ്പോൾ തന്നെ കേരളത്തിലെ മലയാളികളുടെ മനസ്സിന് ആശ്വാസം പകരുന്ന തരത്തിലുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ കൂടി അദ്ദേഹം തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.